ചില നാടകങ്ങൾ അരങ്ങേറുമ്പോൾ വിജയമായിരിക്കും അതിന്റെ ഫലം. ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ്. മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിന് MLC തിരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് ലഭിച്ചത്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയും ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ NCPയും ഉൾപ്പെടുന്ന സഖ്യമാണ് തിരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളുമായി മികച്ച വിജയം നേടിയത്. ഇക്കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിലെ മോശം ഫലത്തിന്റെ നിരാശ മറികടക്കുന്നതാണ് MLC ഫലങ്ങൾ. അന്തരിച്ച മുതിർന്ന നേതാവ് ഗോപിനാഥ് മുണ്ടെയുടെ മകൾ പങ്കജ മുണ്ടെ ഉൾപ്പെടെ 5 സ്ഥാനാർത്ഥികളെയാണ് BJP ഇത്തവണ മത്സരിപ്പിച്ചത്. ഇവർ 5 പേരും ജയിച്ചു കയറി എന്നതാണ് പ്രത്യേകത. കോൺഗ്രസ്, ശിവസേന, UBT, NCP എന്നിവർ അടങ്ങിയ പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡി സഖ്യം 3 പേരെയാണ് മത്സരിപ്പിച്ചത്. അതിൽ കോൺഗ്രസും ശിവസേന, ഉദ്ധവ് വിഭാഗവും ഓരോരുത്തരെ വിജയിപ്പിച്ചു. എന്നാൽ ശരത് പവാറിന്റെ NCP സ്ഥാനാർത്ഥി തോൽവി ഏറ്റുവാങ്ങി. ഈ വർഷാവസാനം നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന MLC തിരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യത്തോടെയാണ് ഇരു മുന്നണികളും നോക്കിക്കണ്ടിരുന്നത്. വൻ ജയത്തിനു പിന്നാലെ മുതിർന്ന BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫഡ്നാവിസ് എക്സ്പോസ്റ്റിലൂടെ പ്രതികരിച്ചിരുന്നു. 9/9 എന്ന് മാത്രമാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത്. ആകെ 11 സീറ്റുകളിലേക്കാണ് മഹാരാഷ്ട്രയിലെ ഉപരിസഭയായ MLCയിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 12 സ്ഥാനാർത്ഥികൾ വീതം മത്സര രംഗത്തുണ്ടായിരുന്നു. മഹാരാഷ്ട്ര അസംബ്ലിയിൽ 23 സീറ്റുകളുള്ള ഒരു പാർട്ടിക്ക് ഒരു MLCയെ ജയിപ്പിക്കാമെന്നതാണ് കണക്ക്. അതുകൊണ്ട് തന്നെ നിലവിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഫലം അപ്രതീക്ഷിതമായിരുന്നില്ല എന്ന് വേണം പറയാൻ. അതേസമയം 5 സ്ഥാനാർത്ഥികളെ നിർത്തിയ BJPക്ക് 103 MLAമാരാണുള്ളത്. ഇവർ 4 സീറ്റുകൾ ഉറപ്പിക്കുകയും 5ാം സ്ഥാനത്തേക്ക് 12 എണ്ണത്തിന്റെ കുറവ് നേരിടുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ മത്സരിച്ച 9 സീറ്റുകളിൽ വിജയിക്കാൻ മഹായുതി സഖ്യത്തിന് 28 വോട്ടിന്റെ കുറവുണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് 9 സീറ്റുകളും വിജയിക്കാനായി എന്നതാണ് പ്രത്യേകത. സഭയിൽ കോൺഗ്രസിന് 37 MLAമാരാണ് ഉണ്ടായിരുന്നത്. ശരത് പവാറിന്റെ NCPക്കാവട്ടെ ആകെ 13 MLAമാരും. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് 15 സീറ്റുകളാണ് സഭയിൽ ഉണ്ടായിരുന്നത്. കൂടാതെ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി, OICയുടെ AIMIM എന്നിവയ്ക്ക് 2 വീതം സീറ്റുകളും CPMനും സ്വതന്ത്രനും ഓരോ സീറ്റും അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. ഏതായാലും ലോക്സഭയിലേറ്റ BJPയുടെ കനത്ത തോൽവിക്കുള്ള ചെറിയൊരു ആശ്വാസമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. ഇതിലും അവർ വിജയിച്ചില്ലെങ്കിൽ വട്ടപൂജ്യമായേനെ. എന്നാൽ പല നാടകങ്ങൾക്കൊടുവിൽ BJP ഇവിടം വിജയം സ്വന്തമാക്കുകയായിരുന്നു.